നമ്മുടെ കരൾ എന്ന് പറയുന്നത് ഒരു ഡീജനറേറ്റീവ് ഓർഗനാണ്. അതായത് ഒരു ഭാഗം നശിച്ചു പോയാലും പിന്നീട് അവിടെ തന്നെ ആ കോശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വരെ ചെയ്യുന്നത്. കാരണം ആ ലിവറിൻ്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റിയാലും അവിടേക്ക് വേറൊരു കോശങ്ങൾ വന്ന് പുതിയതായിട്ടൊരു ലിവർ അവിടെ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കൊഴുപ്പ് നമ്മുടെ ലിവറിലേക്ക് അടിഞ്ഞു കൂടുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ വരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് അമിതവണ്ണം, മദ്യപാനം, പ്രമേഹം എന്നീ രീതിയിലുള്ള രോഗങ്ങളാണ്. അത് ഒഴിവാക്കാൻ വേണ്ടത് ചിട്ടയായ വ്യായാമം, ആഹാര നിയന്ത്രണം, കൊളസ്ട്രോൾ കുറയ്ക്കുക. ചിലർക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ ഭേദമാകാം. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും എക്സസൈസും കാര്യങ്ങളും നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഈ അസുഖത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടാൻ വേണ്ടി. നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ പെട്ടെന്നൊന്നും നമുക്കൊരു ലിവറിൻ്റെ അസുഖങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മൾ ആകസ്മികമായിട്ട് എന്തെങ്കിലും ഒരു സ്കാൻ എടുക്കുമ്പോഴോ മറ്റോ ആയിരിക്കും ഇങ്ങനെ ലിവറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും LFT ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് മുഖാന്തരം നമുക്ക് ലിവറിലെ എൻസൈംസ് ഒക്കെ ഹൈ ആണെങ്കിൽ അറിയാൻ പറ്റും ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഫാറ്റി ലിവറിനുള്ള പ്രതിരോധ മാർഗങ്ങൾ പറയുന്നത് അമിതവണ്ണം കുറയ്ക്കുക, മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക. അപ്പം മദ്യപാനം നേരത്തെ നവീൻ സാറ് പറഞ്ഞ പോലെ മദ്യപാനം ഉള്ളവർക്കും മാത്രമല്ല ഫാറ്റി ലിവർ വരുന്നത്, അല്ലാതെ ഉള്ളവർക്കും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട് ലിവറിന്. അപ്പോൾ അത് ചിലപ്പോൾ അതിന് കാരണം ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശങ്ങൾ അടിഞ്ഞു കൂടുന്നതായിരിക്കാം. അല്ലാതെ ചിലവർക്ക് പാരമ്പര്യമായിട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഫാറ്റി ലിവർ എങ്ങനെയാണ് പ്രതിരോധിക്കുക? അതിന് പറയുന്ന കാര്യങ്ങളാണ് അമിതവണ്ണം കുറയ്ക്കുക, ദിവസം ഒരു പഴമെങ്കിലും, നമ്മൾ കഴിക്കുന്ന പഴം അതിലേതെങ്കിലും ഒരെണ്ണം കഴിക്കുക, 2 ലിറ്റർ വെള്ളം ദിവസം കുടിക്കുക, കഴിവതും പുറത്തുനിന്നുള്ള ആഹാരം ഒഴിവാക്കുക, തൈര്, പാല്, ബട്ടർ ക്രീം ഇതിൻ്റെയൊക്കെ അളവ് നമ്മൾ ഡെയിലി കഴിക്കുന്നതിലും അളവ് കുറച്ച് കഴിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഫാറ്റി ലിവർ വരാതിരിക്കാൻ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഇത്രയാണ് പൊതുവായിട്ട് നമ്മൾ ലിവറിനെ കുറിച്ച് പറയുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അടുത്ത സ്റ്റുഡൻസ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. Okay, thank you, Miss. Thank you. Thank you, ma'am. Thank you. Okay. Now we have Shilpa here. Shilpa? Yes, ma'am. Okay. Good evening, all. ഇന്ന് നമുക്ക് എല്ലാവർക്കും Good evening. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം April 19th നമ്മൾ എല്ലാവരും ഇവിടെ കൂടി ചേർന്നിരിക്കുന്നത് വേൾഡ് ലിവർ ഡേയെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. അപ്പോൾ എല്ലാ വർഷവും April 19th എന്ന് പറയുന്നത് വേൾഡ് ലിവർ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത്? ഇപ്പൊ നേരത്തെ നവീൻ സാറും നീതു മിസ്സും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സിലോ നമ്മൾ മിക്കവാറും എല്ലാ ബോഡി പാർട്സിനെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാർട്ടിനെയും ലങ്സിനെയും കിഡ്നിയെയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ അതിനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ പൊതുവെ എല്ലാ ആൾക്കാരും എന്ന് വേണമെങ്കിലും പറയാം മാറ്റി നിർത്തുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. പക്ഷെ ഈ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങളെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഓർഗനാണ് ലിവർ. അപ്പം ആ ലിവറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ലിവറിന് വരുന്ന രോഗങ്ങളെ കുറിച്ചും പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ April 19th എന്ന് പറയുന്നത് വേൾഡ് ലിവർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം ഈ വർഷത്തെ വേൾഡ് ലിവർ ഡേയുടെ തീം എന്ന് പറയുന്നത് ബി വിജിലന്റ്, ഗെറ്റ് റെഗുലർ ലിവർ ചെക്കപ്സ് ആൻഡ് പ്രിവെന്റ് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ്. നമ്മൾ വിജിലന്റ് ആയിട്ട് നമ്മൾ റെഗുലർ ലിവർ ചെക്കപ്സ് നടത്തണം. അതുപോലെ തന്നെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ച് കൂടുതലായി, അതായത് നമ്മുടെ ഇപ്പോൾ മോഡേൺ ലൈഫിൽ ഒരുപാട് പേർക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവറിനെ കുറിച്ച് ഒരു അവബോധം കൊടുക്കുക, അതിനെ പ്രിവെന്റ് ചെയ്യുക. അതാണ് നമ്മുടെ 2024 ലിവർ ഡേയുടെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് ലിവർ എന്നാണ്.
ലിവർ എവിടെയാണ്, നമ്മുടെ ബോഡിയിൽ എവിടെയാണ് ലിവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? പറയത്തില്ലേ? നമ്മുടെ ബോഡിയിൽ എവിടെയാണ് ലിവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? റൈറ്റ് അബ്ഡമൻ. അതെ, റൈറ്റ് അപ്പർ അബ്ഡോമനിലായിട്ടാണ് നമ്മുടെ ലിവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഡയഫ്രത്തിന്റെ താഴെ സ്റ്റൊമക്കിന്റെയും റൈറ്റ് കിഡ്നിയുടെ ഒക്കെ മുകളിലായിട്ടാണ് ലിവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലിവർ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, ഒരു അഡൾട്ടിന്റെ ലിവർ എന്ന് പറയുന്നത് ഏകദേശം 1.5 കിലോ വെയിറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ ആയിട്ടാണ്, ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ ആയിട്ടാണ് ലിവറിനെ അറിയപ്പെടുന്നത്. അതിനെ നമ്മൾ അനാട്ടമിക്കലി 8 സെഗ്മെന്റ്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലിവറിന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്ട് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഉള്ളത്. അതായത് ലിവറിന് ഒരു ഹെപ്പാറ്റിക് ആർട്ടറിയും ഉണ്ട്, അതുപോലെ തന്നെ പോർട്ടൽ വെയിനും ഉണ്ട്. ഈ രണ്ട് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ലിവറിലേക്ക് ബ്ലഡ് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്, ബൈലിയറി ഡ്രെയിനേജ് മെക്കാനിസം. അതായത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലിനെ നമ്മുടെ ഗോൾ ബ്ലാഡറിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ബൈലറി ഡ്രെയിനേജ് മെക്കാനിസവും നമ്മുടെ ലിവറിലുണ്ട്. ഈ ഹെപ്പാറ്റിക് ആർട്ടറി എന്ന് പറയുന്നതാണ് നമ്മുടെ ലിവറിന് ഓക്സിജൻ റിച്ച് ബ്ലഡ് കൊടുക്കുന്നത്. അതായത് ഓക്സിജൻ റിച്ച് ബ്ലഡ് ലിവറിൽ എത്തിക്കുന്നത് ഹെപ്പാറ്റിക് ആർട്ടറിയും, അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റഡ് ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എല്ലാം കൂടെ നമ്മുടെ ലിവറിൽ കൊണ്ടുവന്ന് ലിവറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ലിവറിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ലിവറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആണ്. അതുപോലെ ബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ബൈൽ എന്ന് പറയുന്നത്. അതും നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസത്തിന് സഹായിക്കുന്നുണ്ട്, ഡൈജഷന് സഹായിക്കുന്നുണ്ട് നമ്മുടെ ബൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ലിവറിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് എന്താണ് കഴിവുകളുണ്ട് നമ്മുടെ ബോഡിയിൽ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിവർ ക്യാൻ റീജനറേറ്റ് ഇറ്റ്സെൽഫ്. നമ്മുടെ ലിവറിന് നമ്മുടെ ബോഡിയിലെ മറ്റു ഒരു ഓർഗനും ഇല്ലാത്ത ഒരു കഴിവാണ് ലിവറിനുള്ളത്. ലിവറിന് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നമ്മളൊരു ഭാഗം മുറിച്ചു മാറ്റിയാലും ആ ഭാഗം കാലക്രമേണ ആ ഭാഗം വീണ്ടും ഉണ്ടായി വന്ന് പഴയ രീതിയിൽ തന്നെ നമ്മുടെ നോർമൽ രീതിയിൽ തന്നെ ആവാനായിട്ട് ലിവറിന് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് ഒരാളുടെ ആർക്ക് വേണമെങ്കിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ലിവർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ഓർഗൻ ആയിട്ടല്ല അല്ലെങ്കിൽ ഫുൾ ഗ്ലാൻഡ് ആയിട്ടല്ല ലിവറിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. ലിവറിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത്. അതിനെ റീജനറേറ്റ് ചെയ്ത് പഴയ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഫുൾ ഫോമിലേക്ക് വരാനായിട്ട് സാധിക്കും. രണ്ടാമത് ഉള്ള നമ്മുടെ ലിവറിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ ലിവർ നമ്മളെ സഹായിക്കുന്ന ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ലിവറിന് വിറ്റമിൻസും മിനറൽസിനെയും സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എസെൻഷ്യൽ വിറ്റമിൻസ് ആയ ADEK ആൻഡ് വിറ്റമിൻ B12, അയൺ, കോപ്പർ ഇതിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവ് നമ്മുടെ ലിവറിനുണ്ട്. അതുപോലെ ലിവറിന് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഷുഗർ ലെവൽ കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ലിവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേന് ഒരു ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുള്ള ഒരാൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന സമയത്ത്, അതായത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ ലിവർ നമ്മളെ സഹായിക്കും. ഗ്ലൂക്കോനിയോജനസിസ് എന്നാണ് അതിന്റെ പേര്. ലിവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേര് ഗ്ലൂക്കോനിയോജനസിസ് എന്നാണ്. അതായത് ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ലിവറിനുണ്ട്. അതുപോലെ ലിവറിന് ഉള്ള മറ്റൊരു പ്രത്യേകതയാണ് ലിവർ ക്യാൻ മെറ്റബോളൈസ് ഡ്രഗ്സ്. അതായത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളെ മെറ്റബോളൈസ് ചെയ്ത് അതിനെ ലെസ് ഡേഞ്ചറസ് ആക്കി മാറ്റാനായിട്ട് നമ്മുടെ ലിവറിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നീതു മിസ് പറഞ്ഞതുപോലെ ലിവർ
നമ്മുടെ ബ്ലഡിലെ ഒരുപാട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ പോലെയുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ലിവറിന് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു ബ്ലീഡിങ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഇതുപോലെ തന്നെ ഫൈബ്രിനോജനും പ്രോത്രോംബിനും പ്രൊഡ്യൂസ് ചെയ്ത് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ലിവർ സഹായിക്കുന്നുണ്ട്. അതുപോലെ ലിവർ തെർമോജനസിസിനെ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയിലെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് തണുപ്പൊക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ കൂടുതലായിട്ടും ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ലിവർ നടത്തുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ന്യൂ ബോൺ ബേബീസിൽ അല്ലെങ്കിൽ ഇൻഫൻസിലൊക്കെയാണ് ഈ ഒരു ഇത് നടക്കുന്നത്. തെർമോജനസിസ്, അതായത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലിവറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിവറിന് നമ്മുടെ ബോഡിയിലെ ബാക്ടീരിയാസിനെ, നമ്മുടെ ബ്ലഡിൽ നിന്നും ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഹാർംഫുൾ സബ്സ്റ്റൻസിനെ നമ്മുടെ ബ്ലഡിലേക്ക് വിടാതെ ലിവറിൽ തന്നെ അബ്സോർബ് ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട് ലിവറിന്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലിവറിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ലിവറിൽ ഉള്ള സെൽസിന്റെ പേരാണ് കഫർ സെൽസ്. ഈ കഫർ സെൽസിന് നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള ബാക്ടീരിയ, വൈറസ്, അതുപോലെ നമ്മുടെ ബോഡിക്ക് ഹാർംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ എൻഗൾഫ് ചെയ്ത് ഇല്ലാതാക്കി കളയാനുള്ള കഴിവ് ഈ കഫർ സെൽസിനുണ്ട്. കഫർ സെൽസ് പ്രസന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ലിവറിന് ബ്ലഡിൽ നിന്നും ബാക്ടീരിയാസിനെയും വൈറസിനെയും ഒക്കെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ലിവറിന് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ബൈല് പോലെയുള്ള ഹോർമോൺസ് ഒക്കെ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ബൈൽ പോലെയുള്ള ഹോർമോൺസിനെ അല്ലെങ്കിൽ എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ലിവറിനുണ്ട്. അതുപോലെ ആൽക്കഹോൾ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഒരു ഓർഗൻ എന്ന് പറയുന്നതും ലിവറാണ്. ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോളിനെ കൺവേർട്ട് ചെയ്ത് ലെസ് ഹാർംഫുൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ലിവറിനുണ്ട്. അതുപോലെ ഓവർ കൺസപ്ഷൻ ആൽക്കഹോളിന്റെ ഓവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് ലിവർ ഡിസീസിന് ലീഡ് ചെയ്യാറുമുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യാനായിട്ടും ലിവറിന് സാധിക്കും. അതായത് ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നമ്മൾ പറഞ്ഞു ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി നമ്മളുടെ ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഫുഡിൽ കൂടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടിയോ നമ്മുടെ ബ്ലഡിൽ എത്തുന്ന എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി നമ്മുടെ ലിവറിലെത്തി ലിവർ ഈ ടോക്സിക് സബ്സ്റ്റൻസിനെയൊക്കെ അബ്സോർബ് ചെയ്ത് ലിവറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം ലിവറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ അല്ലെങ്കിൽ ലിവറിന് പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ അമോണിയ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ അമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മുടെ ബോഡിയിൽ ഒരു ടോക്സിക് ആണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ ഹാർംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിവറിന് ഈ അമോണിയയെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ടോക്സിക് സബ്സ്റ്റൻസ്. അപ്പം നമ്മുടെ ബ്രെയിൻ മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് നന്നായി ഇരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ വളരെ വലിയ രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ലിവറിന് മെന്റൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ലിവറിനൊരു വലിയൊരു സ്ഥാനം തന്നെയാണ് ഉള്ളത്. അപ്പം ഇത്രയും അധികം കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിലെ ലിവർ നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ലിവറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ലിവറിനെ കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധാപൂർവം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ദിവസം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലിവറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലിവർ ഒരിക്കലും വയസ്സാവില്ല. നമ്മളെല്ലാവരും ഓരോ വർഷം കൂടുമ്പോഴും നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഓരോ വർഷം കൂടുന്തോറും വയസ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലിവറിന്റെ വയസ്സെന്ന് പറയുന്നത് എപ്പോഴും 3 വയസ്സായിരിക്കും, അല്ലെങ്കിൽ 3 വയസ്സിന് താഴെ ആയിരിക്കും ലിവർ എപ്പോഴും ഉള്ളത്. അതായത് ഒരു യുവത്വം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ യുവത്വം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ലിവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ലിവറിന്റെ സെൽസ് എപ്പോഴും ഫ്രഷ് ആയിരിക്കും. ഓരോ 3 വർഷം കൂടുമ്പോൾ ഫ്രഷൻ ചെയ്യുന്നല്ല, സെൽസ്
ഡാമേജ് ആവുന്നതിനനുസരിച്ച് പുതിയ പുതിയ സെൽസിനെ കൊണ്ടുവന്ന് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഫ്രഷൻ ചെയ്യാനുള്ള കഴിവും നമ്മുടെ ലിവറിനുണ്ട്. അപ്പൊ എപ്പോഴും ലിവർ നമ്മൾ ഓൾഡ് ആയി പോയിക്കൊണ്ടിരുന്നാലും നമ്മുടെ ലിവർ എപ്പോഴും യൂത്ത് ആയിട്ട് തന്നെ ഇരിക്കും. 3 years ഓൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 3 years ഓൾഡ് ആയിരിക്കും നമ്മുടെ ലിവർ എപ്പോഴും ഉണ്ടാവുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ രോഗം വന്നാൽ പോലും പെട്ടെന്ന് മെഡിസിൻസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. അതായത് ചെറിയൊരു തലവേദന വന്നാൽ ഉടനെ ഒരു പാരസെറ്റമോൾ കഴിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വേദന വന്നാൽ ഉടനെ ഒരു പെയിൻ കില്ലർ കഴിക്കുക, മെഫ്താളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കുക. അപ്പോഴേ വേദന പോവും, നമ്മൾ ഓക്കെയാണ്. അപ്പം പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, എടാ ഈ മരുന്നെല്ലാം കൂടെ കഴിക്കില്ല, നിന്റെ കിഡ്നി അടിച്ചു പോകും, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് നമ്മുടെ ആളുകൾക്കിടയിലുള്ള ഒരു മിഥ്യാധാരണയാണ്, നമ്മുടെ കിഡ്നി അടിച്ചു പോകുക എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ ഓവറായിട്ട് ഈ ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് കോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ലിവറിനെയാണ്. അതിന് പറയുന്ന പേരാണ് ഫസ്റ്റ് പാസ് എഫക്റ്റ്. ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സ് നമ്മുടെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആദ്യം പോകുന്നത് ലിവറിലേക്കാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി നമ്മുടെ ലിവറിലെത്തി ലിവർ ആ ഡ്രഗിലുള്ള ടോക്സിക് സബ്സ്റ്റൻസിനെ എല്ലാം അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബോഡിക്ക് ദോഷകരമല്ലാത്ത സാധനത്തിനെ മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ കൂടെ ഇങ്ങനെ ഡ്രഗ്സ് എടുത്തുകൊണ്ടിരുന്നാൽ അത് ഏറ്റവും ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലിവറിനെയാണ്. ലിവറിന് എന്തെങ്കിലും പ്രശ്നം വന്നു, അല്ലെങ്കിൽ ലിവർ മൊത്തമായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് മറ്റ് ബോഡി പാർട്സിലേക്ക് വരത്തുള്ളൂ. അപ്പം നമ്മൾ പൊതുവെ പറയുന്ന ആ ഒരു രീതി തെറ്റാണ്. കിഡ്നി അല്ല അടിച്ചു പോകുന്നത്, നമ്മുടെ ലിവറാണ് ശരിക്കും ഡ്രഗ്സ് അടിച്ചു പോകുന്നത്. ഡ്രഗ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നത് നമ്മുടെ ലിവറാണ്. ഇനി അടുത്തത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ആർക്കാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുള്ളത്? ഒരു എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ലിവർ ഫെയിലിയർ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അയാൾക്ക് ഇനി ആ ഒരു ലിവർ കൊണ്ട് അയാൾക്ക് മുന്നോട്ട് അയാളുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഒരു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഡോണറിനെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ന് പറയുന്നത് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിലും അതുപോലെ തന്നെ അക്യൂട്ട് ലിവർ ഫെയിലിയറിലും. അപ്പം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ അവിടെ ഒരു നമുക്ക് അവിടെ ഒരു പോംവഴിയായിട്ടുള്ളൂ. ഡിസീസ്ഡ് ലിവർ മാറ്റിയിട്ട് ഹെൽത്തി ലിവർ മൊത്തമായിട്ടില്ല, നമ്മൾ ഹെൽത്തി ലിവറിന്റെ ഒരു പാർട്ടായിരിക്കും വേറൊരു മനുഷ്യന്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ലിവറിന്റെ ഒരു പാർട്ടായിരിക്കും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലിവർ, ഇഫ് യുവർ ലിവർ സ്റ്റോപ്ഡ് വർക്കിംഗ്, പെട്ടെന്ന് നമ്മുടെ ലിവർ സ്റ്റോപ്പ് ആയി പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറ്റുക? നമുക്ക് എന്തായിരിക്കും അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുക? എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുക പെട്ടെന്ന് ലിവർ സ്റ്റോപ്പ് ആയി പോവുകയാണെങ്കിൽ? എന്തായിരിക്കും പറ്റുക നമ്മുടെ ബോഡിയില്? ഉറങ്ങുവാണോ എല്ലാരും? ഓക്കെ, ലിവർ പെട്ടെന്ന് സ്റ്റോപ്പ്. ഹലോ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ. ഇതിപ്പോ എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞിരുന്നു? ഓക്കെ, സാരമില്ല. ലിവർ പെട്ടെന്ന് സ്റ്റോപ്പ് ആയി പോയാൽ എന്താ പറ്റുക? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ടോക്സിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, അതായത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ അകത്തു നിന്നുള്ള മെഡിസിൻ്റെ മെറ്റബോളിസം ഒന്നും നടക്കാതെ വരും. ആ മെഡിസിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുക. അതുപോലെ തന്നെ അത് ടോക്സിക് ആയിട്ട് നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേന് എന്താണ് സംഭവിക്കുക? നമുക്ക് കൂടിപ്പോയ ഒരാഴ്ച പോലും ഇല്ല നമുക്ക് നമ്മുടെ ലിവർ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോ
എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ശില്പ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. ഇനി അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ലിവർ നന്നായിട്ട് ഫങ്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നൗസിയ ഉണ്ടാവാം, അതുപോലെ തന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഭക്ഷണം ഒന്നും ദഹിക്കുന്നില്ലല്ലോ, ഭക്ഷണം ദഹിച്ചു പോയാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും വിശപ്പ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമുക്ക് വിശപ്പില്ലാത്ത അവസ്ഥ വരിക, അതുപോലെ തന്നെ ബ്ലഡ് ഇൻ സ്റ്റൂൾ വരിക, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലിവർ ഫങ്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ലിവർ ഫെയിലിയർ ആണ്, ലിവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന ചില സിംറ്റംസ് ആണ് ഇതൊക്കെ. നൗസിയ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതുപോലെ ബ്ലഡ് ഇൻ സ്റ്റൂൾ ഒക്കെ. ഇന്നത്തെ കാലത്ത് നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ലിവർ ഡിസീസ് എന്ന് പറയുന്നത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സിറോസിസ്, അതുപോലെ ഫാറ്റി ലിവർ, ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള ഡിസീസുകൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് മില്യൺസ്, നമ്മുടെ വേൾഡ് വൈഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ആണ് ഇതുപോലെയുള്ള ലിവർ ഡിസീസുമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ലിവർ ഡിസീസുമായിട്ട് ലിവർ ഡിസീസ് ഉള്ളത് അഫക്റ്റഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് പീപ്പിൾസ് ആണ് ഇന്നത്തെ കാലത്ത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, മെയിൻ ആയിട്ടുള്ള ഒരു ഡിസീസ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു ഡിസീസാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വരുന്നത്? എന്താണ് ഫാറ്റി ലിവർ? നമ്മുടെ ലിവറിൽ ഓവറായിട്ട് ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് വരിക, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഫാറ്റ് ഡിപ്പോസിറ്റ് ഇൻ ലിവറിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാറ്റ് ഡിപ്പോസിറ്റ് വരുമ്പോഴത്തേനും നമ്മുടെ ലിവറിന് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ലിവറിന്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അതായത് ഫിസിക്കലി ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. നടക്കാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ വണ്ടി ഉപയോഗിക്കാറില്ല, നടക്കാറുണ്ട്. അതുപോലെ തന്നെ കൃഷി ചെയ്യാറുണ്ട്. അതുപോലെ വീട്ടിൽ അമ്മമാരൊക്കെ ആണെന്ന് വെച്ചാലും മിക്സി, അതുപോലെ അങ്ങനെ എളുപ്പമാർഗങ്ങളൊന്നുമില്ല, എല്ലാം അവര് മാനുവലി ആയിരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഒരുപാട് വളർന്നു. അപ്പോൾ നമ്മളും നമ്മുടെ ജോലികളെല്ലാം നല്ല ഈസ് ആക്കാൻ തുടങ്ങി. ഒരു കാര്യങ്ങളിലും നമുക്ക് ഫിസിക്കൽ എക്സസൈസ്, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഒരു വർക്കും ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പേരും. അപ്പോൾ നമ്മുടെ ജീവിതം സുഖകരമായിട്ട് വന്നപ്പോഴത്തേനും നമ്മളിങ്ങനെ തടിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ ഒബീസിറ്റി എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടും ഫാറ്റി ലിവറിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഒബിസിറ്റി, അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്, ഇത് രണ്ടുമുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഫാറ്റി ലിവർ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ ഉള്ള ആൾക്കാർക്കും കാണാറുണ്ട്. എങ്കിലും ആൽക്കഹോൾ കൺസംഷൻ വേണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമൊന്നുമില്ല. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടി വരുന്നുണ്ട്. അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഒബിസിറ്റി തന്നെയാണ്. ഒബിസിറ്റിയാണ്, എക്സസൈസ് ഇല്ലാതെ വരിക എന്നുള്ളതാണ് ഫാറ്റി ലിവറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം വരുന്നത് കോസ്. ഇനി ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റി ലിവറിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫറ്റീഗ് ആവുക, അതായത് ക്ഷീണം, വളരെയധികം അകാരണമായിട്ട് നമുക്ക് ക്ഷീണം ഉണ്ടാവുക. അതുപോലെ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്കാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും വെയിറ്റ് ലോസ് ഉണ്ടാവുക, അകാരണമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവുക. അതുപോലെ അബ്ഡോമിനൽ പെയിനും നമ്മുടെ ഫാറ്റി ലിവറിന്റെ ഒരു സിംറ്റം ആയിട്ട് വരാറുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡയറ്റിൽ കൂടിയോ അല്ലെങ്കിൽ എക്സസൈസിൽ കൂടിയോ ഒക്കെ ഒബിസിറ്റി കുറച്ചുകൊണ്ട് വരിക. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ മാക്സിമം അങ്ങനെ നോക്കുക, നമ്മൾ എക്സസൈസ് ചെയ്യുക, നമ്മുടെ ഫുഡിൽ മാറ്റങ്ങൾ വരുത്തുക, ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വരാതെ തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കുറയ്ക്കുക, ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മുടെ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവറിനെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പ്രിവെന്റ് ചെയ്യാതെ ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലിവർ ഫെയിലിയറിലേക്ക്, അല്ലെങ്കിൽ ലിവർ സിറോസിസിലേക്ക് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കതിനെ വളരെ ഈസി ആയിട്ട് റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ
നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത് NAFLD എന്ന് പറയും. ഇതെന്ന് പറയുന്നത് നമുക്ക് ആൽക്കഹോൾ കഴിക്കണമെന്നില്ല, ആൽക്കഹോൾ കൺസപ്ഷൻ വേണമെന്നില്ല, ആൽക്കഹോൾ കൺസപ്ഷൻ ഇല്ലാത്ത ആൾക്കാർക്കും ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട്. അതിനെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വിളിക്കുന്നത്, NAFLD എന്ന് വിളിക്കും. അതെന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഈസ്റ്റേൺ സ്ഥലത്തും, മിഡിൽ ഈസ്റ്റേണിലും അതുപോലെ വെസ്റ്റേൺ കൺട്രീസിലും ആണെങ്കിൽ പോലും വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു ഡിസീസാണിത്. ഇനി ഇത് നമ്മുടെ ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യുക. അതായത് രോഗം വന്നിട്ട് വെയിറ്റ് ലോസ് ആവുന്നതല്ല, അതിന് മുൻപേ തന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക, സേഫ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക, എക്സസൈസും ഡയറ്റും ഒക്കെ കൺട്രോൾ ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക. അതുപോലെ ട്രൈഗ്ലിസറൈഡ് അതായത് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കുറച്ചിട്ട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരം കുറച്ചിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂട്ടുക നമ്മുടെ ഫുഡിൽ. അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് കൺസപ്ഷൻ നടത്തുക. അതുപോലെ മെഡിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ കുറയ്ക്കുക, ആവശ്യമുള്ള മെഡിക്കേഷൻ മാത്രം എടുക്കുക. അതുപോലെ തന്നെ ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, പൂർണ്ണമായിട്ടും ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക. ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് കൺട്രോളിൽ കൊണ്ടുവരിക. ഹെൽത്തി ഡയറ്റ്, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, എക്സസൈസ് ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർ ലിവർ ചെക്കപ്പ്, അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ റെഗുലർ ലിവർ ചെക്കപ്സ് നടത്തേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ലിവർ ചെക്കപ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലിവർ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്? നമ്മുടെ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാനായിട്ടുള്ള മെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അബ്ഡോമിനൽ അൾട്രാസൗണ്ട് തന്നെയാണ്. അബ്ഡോമിനൽ അൾട്രാസൗണ്ട് വെച്ച് മാത്രമേ നമുക്ക് ലിവർ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു ലിവർ ഡിസീസ് സസ്പെക്റ്റ് ആണെങ്കിൽ, നമുക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എപ്പോഴും അബ്ഡോമിനൽ അൾട്രാസൗണ്ട് വെച്ചിട്ടാണ് പറ്റുന്നത്. അതുപോലെ തന്നെ MRI അല്ലെങ്കിൽ CT സ്കാനിങ് അതുപോലെയുള്ള ടെസ്റ്റുകളിൽ കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. പിന്നെ മറ്റ് ലിവർ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ വേറെയുമുണ്ട്. നമ്മുടെ ലിവർ നല്ല രീതിയിൽ തന്നെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ വേറെയുമുണ്ട്. അതിൽ ആദ്യത്തേതാണ് പറഞ്ഞത് SGOT എന്ന് പറയുന്നത് സിറം ഗ്ലൂട്ടാമിക് ഓക്സാലോ അസറ്റിക് ട്രാൻസമിനേസ് എന്നാണ്. ആ ഒരു എൻസൈം എന്ന് പറയുന്നത് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് സിറം ഗ്ലൂട്ടാമിക് ഓക്സാലോ അസറ്റിക് ട്രാൻസമിനേസ് എന്ന് പറയുന്നത്. അപ്പം ഈ എൻസൈം നമ്മുടെ ബോഡിയിൽ എന്തുമാത്രം ഉണ്ട് എന്നാണ് നമ്മൾ ആ ഒരു ടെസ്റ്റിൽ കൂടി നോക്കുന്നത്. അതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 5 to 40 യൂണിറ്റ്സ് പെർ ലിറ്റർ ഓഫ് സിറം ആണ്. 5 to 40 യൂണിറ്റ്സ് പെർ ലിറ്റർ ഓഫ് സിറം ആണെങ്കിൽ നമ്മുടെ SGOT എന്ന് പറയുന്നത് നോർമൽ ആണെന്ന് പറയാം. അതുപോലെ മറ്റൊരു ടെസ്റ്റാണ് SGPT എന്ന് പറയുന്നത്, അതായത് സിറം ഗ്ലൂട്ടാമിക് പൈറൂവിക് ട്രാൻസമിനേസ്. അതും നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു എൻസൈമാണ്. അതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 7 to 56 യൂണിറ്റ്സ് പെർ ലിറ്റർ ഓഫ് സിറം ആണ്. SGPTയുടെ വാല്യൂ 7 to 56 യൂണിറ്റ്സ് പെർ ലിറ്റർ ഓഫ് സിറം. അടുത്തത് ആൽബുമിൻ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഹൈപ്പോ ആൽബുമിനീമിയ ഉണ്ടോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ആൽബുമിന്റെ കണ്ടന്റ് നമ്മുടെ ബ്ലഡിൽ കുറവാണോ എന്നതാണ് നോക്കുന്നത്. അപ്പം അതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 3.5 to 5 gram per deciliter ആണ്. ആൽബുമിൻ ലെവലിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 3.5 to 5 gram per deciliter. അടുത്തത് ബിലിറൂബിൻ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു എൻസൈമാണ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ലിവർ ഇങ്ങനെ കൂടെ സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻസൈമാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 0.1 to 1 milligram per deciliter ആണ് ബിലിറൂബിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് കൊയാഗുലേഷൻ പാനൽ. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ലിവർ ക്ലോട്ടിംഗ് ഫാക്ടർ അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫൈബ്രിനോജനും പ്രോത്രോംബിനും. അപ്പം അതിന്റെ കൊയാഗുലേഷൻ പാനൽ നോക്കുന്നത് 9.5 to 13.8 സെക്കൻഡ്സ് ആണ്
നമ്മൾ നോർമൽ വാല്യൂ വരുന്നത് കൊയാഗുലേഷൻ പാനലിന്റെ. അതിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് കൊയാഗുലേഷൻ പാനലിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ ലിവർ ഫംഗ്ഷന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ്. അടുത്തത് GGT, ഗാമ ഗ്ലൂട്ടാമിൽ ട്രാൻസ്പെപ്റ്റിഡേസ് എന്നാണ് GGTയുടെ ഫുൾ ഫോം. അതിന്റെ നോർമൽ വാല്യൂ 9 to 48 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ് GGT. അടുത്തത് ALP, ആൽക്കലൈൻ ഫോസ്ഫേറ്റ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ALPയുടെ റേഞ്ച്, നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 45 to 115 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ്. അതുപോലെ LD അല്ലെങ്കിൽ LDH എന്ന് പറയും, ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ്. അതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 122 to 222 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ് നമ്മുടെ ബോഡിയിൽ വേണ്ടത്. അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ് 1,50,000 to 4 lakhs. ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ലിവറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റൊമക്കിന്റെ ഒക്കെ മുകളിലായിട്ടാണ്, റൈറ്റ് അബ്ഡോമിനില് നമ്മുടെ ഡയഫ്രത്തിന്റെ ഒക്കെ താഴെ. കാണാവോ? ഓക്കെ. ഡയഫ്രത്തിന്റെ താഴെയായിട്ട് സ്റ്റൊമക്കിന്റെയും ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ മേളിലായിട്ട് റൈറ്റ് അബ്ഡോമിനിലായിട്ടാണ് ലിവർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. Unlike regular collagen, it penetrates better for plump and bouncy skin all day long. കേൾക്കത്തില്ല അല്ലേ? കാണാലോ? കേൾക്കുന്നുണ്ട്. ഇനി ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് നമുക്ക് നിർത്താം.
ഓക്കെ, അപ്പം ലിവറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു Thank you, ma'am. ശില്പ. താങ്ക് യു ശില്പ. ഇനി ലിവറിനെ ബാധിക്കുന്ന കുറച്ച് ഡിസീസ് കണ്ടീഷൻസിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് മെർലിൻ ആണ്, റെപ്രസെന്റിംഗ് ബാച്ച് 23. മെർലിൻ. Okay, ma'am. Thank you. Good evening, everyone. First of all, I would like to express my sincere gratitude to IDD Institute Management Head, Mr. Naveen Krishan sir, and all other teaching and non-teaching faculties for giving such a wonderful opportunity to present in my knowledge regarding liver disease and management. First of all, let me introduce myself. I am Merlin on behalf of Healthcare Assistant Batch 23. So, let's begin. ഇന്ന് വേൾഡ് ലിവർ ഡേയോട് അനുബന്ധിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വെബിനാറിൽ ലിവർ എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുമെല്ലാം നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ലിവർ ഡിസീസസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. കരൾ രോഗങ്ങൾ ഡേ ബൈ ഡേ കൂടി വരികയാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്ന കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ? എനിവൺ? Liver cirrhosis. Fatty liver, jaundice. Okay, thank you for sharing your knowledge. The common liver diseases are സാധാരണയായി കണ്ടുവരുന്ന കരളിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ബി, സിറോസിസ് ഓഫ് ലിവർ, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെമാറ്റോക്രോമാറ്റോസിസ്. The first one, non-alcoholic fatty liver disease. കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും കരൾ കോശങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. മദ്യപാനം കൊണ്ടല്ല ഇവിടെ ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നത്. ഇതിന് കാരണം കരളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പാണ്. The next second one, hepatitis C. ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് സ്റ്റുഡൻസ് ആയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഐറ്റിസ് എന്നും എന്താണ് വേർഡ് ഹെപ്പ എന്നും. ആരെങ്കിലും ഒരാൾക്ക് പറയാൻ സാധിക്കുമോ എന്താണ് ഐറ്റിസ് എന്നും വേർഡ് ഹെപ്പ എന്നും? അതെ, ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ആൻഡ് ഹെപ്പ മീൻസ് ലിവർ. ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് മൂലം കരളിനെ ബാധിക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് സി. രോഗിയുടെ രക്തത്തിലൂടെയും അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, മദർ ടു ചൈൽഡ് ട്രാൻസ്ഫോർമേഷൻ, ഷെയറിംഗ് ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സ് എന്നിവയിലൂടെയൊക്കെയാണ് ഈ രോഗം പകരുന്നത്. ദ തേർഡ് വൺ, ഹെപ്പറ്റൈറ്റിസ് ബി. മനുഷ്യന്റെ കരളിനെ ബാധിച്ച് ദീർഘകാലം മഞ്ഞപ്പിത്തം അഥവാ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്ന അവസ്ഥയാണ്, ഒരിനം വൈറസ് ആണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. തന്മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി എന്നാണ് അറിയപ്പെടുന്നത്. ദ ഫോർത്ത് വൺ, സിറോസിസ് ഓഫ് ലിവർ. കരളിനെ ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ് ലിവർ സിറോസിസ്. കരളിലെ ആരോഗ്യകരമായ കോശങ്ങളെ നശിപ്പിക്കുകയും കരളിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലമായുള്ള മദ്യ ഉപയോഗം, ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസുകൾ മൂലമുള്ള അണുബാധ ഒക്കെ പിന്നീട് സിറോസിസിലേക്ക് മാറാറുണ്ട്. അടുത്തതായി ഹെമാറ്റോക്രോമാറ്റോസിസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അയണിനെ അമിതമായി ആഗിരണം ചെയ്യുന്നത് വഴി കരളിനെ തകരാറിലാക്കുകയും സിറോസിസ് പോലെയുള്ള അവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് ഹെമാറ്റോക്രോമാറ്റോസിസ്. ദ നെക്സ്റ്റ് വൺ, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. ദ സെവൻത് വൺ, ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മനുഷ്യന്റെ കരളിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ.
മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ രോഗിയുമായുള്ള അധിക സമ്പർക്കത്തിൽ മൂലമോ ആണ് ഈ വൈറസ് മറ്റുള്ള ആളുകളിലേക്ക് പകരുന്നത്. ഇവയൊക്കെയാണ് പ്രധാനമായും കണ്ടുവരാറുള്ള കരൾ രോഗങ്ങൾ. ഇന്ന് നമ്മുടെ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. മുൻപ് പറഞ്ഞതുപോലെ മദ്യപാനം മൂലം കരളിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്ന കണ്ടീഷനാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. വർഷങ്ങളായി മദ്യപിക്കുന്നവരിലും സാധാരണയായി പ്രതിദിനം 8 മുതൽ 10 പ്രാവശ്യം മദ്യപിക്കുന്നവരിലുമാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. ഈ രോഗം ആരംഭത്തിൽ ഫാറ്റി ലിവറിന് കാരണമാകുന്നു. അതിനുശേഷം അത് ഫൈബ്രോസിസ് എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. എന്താണ് ഫൈബ്രോസിസ് എന്ന് നോക്കാം. ആവർത്തിച്ചുള്ള കേടുപാടുകൾ കാരണം കരളിൽ സ്കർ ടിഷ്യൂസ് അടിഞ്ഞുകൂടുമ്പോഴാണ് ഫൈബ്രോസിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. നിങ്ങളുടെ കരളിന് സാധാരണഗതിയിൽ സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. പക്ഷേ അത് തുടർച്ചയായി പരിക്കേൽക്കുകയാണെങ്കിൽ കരൾ വീക്കം അഥവാ സിറോസിസിന് കാരണമാകുന്നു. അടുത്തതായി ഇൻസിഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം അപ്രോക്സിമേറ്റ്ലി 1/3 മദ്യപാനികളിൽ കാണപ്പെടുന്നു. എല്ലാ വർഷവും 10 മുതൽ 20% വരെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉള്ള രോഗികൾ കരൾ വീക്കം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നുണ്ട്. ഇതിൽ ഓരോ വർഷവും 1.5% രോഗികളിൽ ലിവർ ക്യാൻസർ എന്ന രോഗാവസ്ഥയും കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. അമിതമായ മദ്യപാനമാണ് ഈ രോഗത്തിന്റെ കാരണം. ഇനി നോക്കാം പാത്തോഫിസിയോളജി. ആൽക്കഹോൾ ഒരു വ്യക്തിയെ എങ്ങനെയാണ് രോഗിയാക്കി മാറ്റുന്നത് എന്നാണ് നോക്കുന്നത്. ഒരു വ്യക്തി മദ്യപിക്കുമ്പോൾ മദ്യം വായിൽ നിന്നും സ്റ്റൊമക്കിലൂടെ കടന്ന് കുടലിൽ എത്തുകയും കുടലിന്റെ ഭിത്തിയിൽ വിരലുകൾ പോലെയുള്ള അനേകം മടക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ വില്ലീസ് എന്നാണ് നാം വിളിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം ദഹനം കഴിഞ്ഞ് ഈ വില്ലികളിലൂടെയാണ് അതിലുള്ള പോഷകങ്ങൾ രക്തത്തിലേക്ക് കടക്കുകയും രക്തത്തിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുന്നത്. അതുപോലെ കുടലിലെത്തുന്ന ഈ ആൽക്കഹോൾ വില്ലീസ് ആഗിരണം ചെയ്യുകയും ആൽക്കഹോളിൽ അടങ്ങിയിരിക്കുന്ന എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ഈ വില്ലിയിലെ സെല്ലുകളിൽ കേടുപാടുണ്ടാക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് അവ ആഗിരണം ചെയ്യപ്പെടുന്നു. അതിനുശേഷം കരളിലേക്കുള്ള രക്തക്കുഴലുകളിലൂടെ കരളിൽ ചെന്ന് കരളിലെ കോശങ്ങളെ കേടാക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അമിതമായ മദ്യപാനം കരളിൽ സ്കർ ടിഷ്യൂസ് രൂപപ്പെടുന്നതിനും തന്മൂലം സിറോസിസ് എന്ന രോഗാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മദ്യം കഴിച്ചതിനു ശേഷമോ അല്ലെങ്കിൽ വർഷങ്ങളോളം അമിതമായി മദ്യപിച്ചതിനു ശേഷമോ ഈ ലക്ഷണങ്ങളൊക്കെ രൂക്ഷമായേക്കാം. ക്ഷീണം, വയറുവേദന, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഛർദി, നൗസിയ ഇവയൊക്കെയാണ് ആദ്യകാലങ്ങളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ. പിന്നീട് അവ അസാധാരണമായി കരൾ വലുതാവുക, വയറ്റിൽ ഫ്ലൂയിഡ് കിടക്കുകയും തന്മൂലം അസാധാരണമായ വിധത്തിൽ വയർ വലുതായി കാണപ്പെടുകയും ചെയ്യുന്നു. ചെറിയ മുറിവിൽ നിന്ന് പോലും ധാരാളം രക്തം പുറത്തേക്ക് ഒഴുകുകയും അതിന് കാരണം രക്തം കട്ടപിടിക്കാൻ താമസം അനുഭവപ്പെടുന്നത് മൂലമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ആന്തരിക അവയവങ്ങളിൽ നിന്നും അതികഠിനമായ രക്തസ്രാവം ഉണ്ടാവുകയും അടിയന്തര ശുശ്രൂഷ ലഭിച്ചില്ലെങ്കിൽ രോഗി മരണത്തിന് കീഴടങ്ങേണ്ടിയും വരുന്നുണ്ട്. രോഗം മൂർച്ഛിച്ചതോടെ പോഷകാഹാരക്കുറവും ശരീരത്തിൽ നീര് വർദ്ധിക്കുകയും അതോടൊപ്പം രോഗിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുകയും ചെയ്യുന്നു. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തലച്ചോറിനെ ബാധിക്കുകയും കൺഫ്യൂഷൻ, അബോധാവസ്ഥ എന്നീ അവസ്ഥകളിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു രോഗിക്ക്. ഈ രോഗനിർണയ മാർഗങ്ങൾ നേരത്തെ തന്നെയുള്ള പരിശോധനയും രോഗനിർണയവും കോംപ്ലിക്കേഷൻസ് തടയാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. രക്തപരിശോധനയിലൂടെ രോഗം നിർണയിക്കാം. അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാൻ, എൻഡോസ്കോപ്പി, ലിവർ ബയോപ്സി എന്നിവയെല്ലാം രോഗനിർണയ മാർഗങ്ങളാണ്. അടുത്തതായി മാനേജ്മെന്റ് ഓഫ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. പൂർണ്ണമായും മദ്യപാനം ഒഴിവാക്കേണ്ടതാണ്.
ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് രോഗികളിൽ പ്രോട്ടീൻ്റെയും കലറീസിൻ്റെയും കുറവുകൾ ധാരാളമായി കാണാറുണ്ട്. അതുകൊണ്ട് പോഷകാഹാര സപ്ലിമെന്റ്സ് വളരെ അത്യാവശ്യമാണ്. മെച്ചപ്പെട്ട പോഷകാഹാരം ലിവറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നതിനും എൻസെഫലോപ്പതി, അണുബാധ എന്നിവ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ, ഇൻട്രാവീനസ് എൻ അസറ്റൈൽ സിസ്റ്റീൻ ഇഞ്ചക്ഷൻസ് എന്നിവ ഉപയോഗിച്ച് അണുബാധയെ ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെയും ജീവൻ നിലനിർത്താൻ സഹായിക്കും. ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായി കരൾ രോഗങ്ങളെ എങ്ങനെ തടയാമെന്ന് നോക്കാം. നല്ല ജീവിതശൈലി പിന്തുടരുക, ആരോഗ്യ സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുക, പ്രായത്തിനനുസരിച്ച് പൊക്കത്തിൻ്റെയും തൂക്കത്തിൻ്റെയും അനുപാതത്തിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. സമീകൃത ആഹാരം ശീലമാക്കണം. ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ് എന്നിവ ഒഴിവാക്കേണ്ടതാണ്. സ്വയം ചികിത്സ അനുസരിച്ചുള്ള അത്യാവശ്യ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. അമിതമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക. ദിനംപ്രതി കായിക അധ്വാനത്തിൽ ഏർപ്പെടുകയും എക്സസൈസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ആൽക്കഹോൾസ്, ഡ്രഗ് അബ്യൂസ്, സ്മോക്കിംഗ് എന്നിവ ഒഴിവാക്കേണ്ടതാണ്. ഇനി ഇതെല്ലാം നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. ഒരു വ്യക്തി മദ്യപിക്കുമ്പോൾ മദ്യം വായിൽ നിന്നും സ്റ്റൊമക്കിലൂടെ കടന്ന് കുടലിലെത്തുകയും കുടലിന്റെ ഭിത്തിയിൽ വിരലുകൾ പോലെയുള്ള അനേകം മടക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ വില്ലീസ് എന്നാണ് വിളിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം ദഹനം കഴിഞ്ഞ് ഈ വില്ലീസ് വഴിയാണ് അതിലുള്ള പോഷകങ്ങൾ രക്തത്തിലേക്ക് കടക്കുന്നത്. രക്തത്തിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുന്നത് ഇതുവഴിയാണ്. അതുപോലെ കുടലിലെത്തുന്ന ആൽക്കഹോൾസ് വില്ലീസ് ആഗിരണം ചെയ്യുകയും രക്തത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. രക്തത്തിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നു. രക്തത്തിലൂടെ കരളിൽ എത്തുന്ന ആൽക്കഹോൾ മോളിക്യൂൾസ് കരളിലെ എൻസൈംസ് ആയ ADH, ALDH എന്ന എൻസൈംസുമായി കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന സബ്സ്റ്റൻസ് കരളിലെ കോശങ്ങളെ തകർക്കുന്നു. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C അണുബാധകളും സിറോസിസ് ഓഫ് ലിവറും കരളിനെ ബാധിക്കുന്നുണ്ട്. സിംറ്റംസ്: വിശപ്പില്ലായ്മ, ഫീവർ അല്ലെങ്കിൽ ഉറക്കക്കുറവ്, സ്കിന്നിലും ഐസിലും മഞ്ഞ നിറം കാണുന്നു, കാലുകളിൽ നീര് വയ്ക്കുന്നു. ഇവയെല്ലാം സിംറ്റംസ് ആണ്. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. രക്തപരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്താം. CT സ്കാൻ, ആന്റിവൈറൽ മെഡിസിൻസ്, ഡയറ്റ് ആൻഡ് എക്സസൈസ് ഇവയിലൂടെയെല്ലാം നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാം, ട്രീറ്റ്മെന്റ് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. Thank you. Thank you, Merlin, for that informative session. ഓക്കെ, അപ്പോൾ ലിവർ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ലിവറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. വീഡിയോസിലൂടെയും ഇമേജസിലൂടെയും മറ്റ് കുറേ ഇൻഫോർമേഷൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മളുടെ ലിവർ അത്ര പ്രത്യേകതയുള്ള ഒരു ഓർഗൻ ആണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കാം. ഇനി നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് വിനയ.
വിനയ. ഗുഡ് ഈവനിങ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും ഒരു സോറി പറയുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കറണ്ട് പോയി. എനിക്കതുകൊണ്ട് വീഡിയോ ഓൺ ആക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരോടും ഒരു സോറി. ഓക്കെ, എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നതാണ്. അതിനു മുമ്പായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഏപ്രിൽ 19, അതായത് ഇന്ന് നമ്മൾ വേൾഡ് ലിവർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ലിവർ നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നത് ഇന്നത്തെ ഈ സെമിനാർ കൂടുന്നതിന് മുൻപേ നമുക്ക് അറിവുള്ളതാണല്ലോ. എന്നിരുന്നാൽ പോലും അതിനെ എങ്ങനെ പരിചരിക്കാം, ആരോഗ്യത്തോടെ വയ്ക്കാം എന്നുള്ളത് നമ്മൾ ചിലർക്കെങ്കിലും അപരിചിതമാണ്. ഇന്നത്തെ ഈ സെമിനാറിലൂടെ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ലിവറിനെ സംബന്ധിക്കുന്നതായ രോഗങ്ങൾ, അവയുടെ ലക്ഷണങ്ങൾ, എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആൽക്കഹോളിൻ്റെ അമിതമായ ഉപയോഗവും നമ്മുടെ ലൈഫ് സ്റ്റൈലും കാരണം ഇന്ന് കരൾ രോഗബാധിതർ ധാരാളം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യപ്രദമായ ശരീരം നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ അശ്രദ്ധ മൂലം വന്നു ഭവിക്കുന്ന രോഗങ്ങളോട് ഭയത്തേക്കാൾ കൂടുതൽ ജാഗ്രതയാണ് വേണ്ടത്. കാരണം നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യേണ്ടതാണവ. അത് ചെയ്യാത്ത പക്ഷം നമ്മളെ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. ആയതിനാൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെയെല്ലാം ജീവിതത്തിലേക്ക് കൂടെ പ്രാവർത്തികമാക്കി നമുക്ക് ചുറ്റുപാടുമുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക എന്നതാണ് നമ്മൾ ഹെൽത്ത് കെയർ സ്റ്റുഡൻസിൻ്റെ ഉത്തരവാദിത്തം. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരട്ടെ. വളരെയധികം തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം പങ്കുചേർന്ന് നമുക്ക് ഗൈഡൻസ് നൽകിയ IDD ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ ഹെഡായ നവീൻ സാറിന് എൻ്റെയും മറ്റെല്ലാവരുടെയും പേരിലുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ ഞാനടങ്ങുന്ന ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിവ് പകർന്നു തന്ന് ഞങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും എൻ്റെ പേരിലും ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥികളുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അടുത്തതായി IDD ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റെല്ലാ ഫാക്കൽറ്റീസിനും ഞാൻ എൻ്റെയും മറ്റെല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി പറയുകയാണെങ്കിൽ അതിൻ്റെ സഹപാഠികൾക്കാണ്. എൻ്റെ ബാച്ചിലെ എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റെല്ലാ ബാച്ചിലുള്ളവർക്കും എൻ്റെ പേരിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഇന്നത്തെ ഡേ വളരെ മനോഹരമാക്കി തീർത്ത് സെമിനാറിൻ്റെ ആദ്യാവസാനം വരെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.